അപ്പം നമ്മുടെ തൃശ്ശൂരുള്ള സൂലോട്ട് പോയാലോ? അപ്പോൾ നമ്മുടെ പുതിയ സൂ നമ്മുടെ പുത്തൂർ പ്രവർത്തനം ആരംഭിച്ച വിവരം എല്ലാവരും അറിഞ്ഞു എന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്കിന്ന് നമ്മുടെ കിഡി വ്ലോഗ് ചാനലിലൂടെ പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ പുതിയ സൂവിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടുള്ള ഒരു വ്യൂ ആണ്. ഇപ്പം നമ്മുടെ ടിക്കറ്റിലൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. ഞാനിതിൽ പറയുന്നത് 9-ാം തീയതിക്ക് 10-ാം തീയതിക്ക് മാർച്ച് 10-ാം തീയതിക്ക് മുൻപുള്ളൊരു റേറ്റാണ്. അപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അത്യാവശ്യം നല്ല രീതിയിൽ ഫോട്ടോ ഒക്കെ എടുക്കാനും അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള ഫുഡ് കോർട്ട് അതിനുള്ള അവൈലബിൾ ആണ്. അപ്പോൾ മൃഗങ്ങളെല്ലാം പൂർണ്ണമായിട്ട് മാറ്റിയിട്ടൊന്നുമില്ല, പക്ഷേ എങ്കിലും നമുക്കൊക്കെ കുട്ടികൾക്കൊക്കെ വണ്ടേ പോയി നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ടിക്കറ്റ് റേറ്റ് ഇപ്പം നമുക്ക് നിലവിൽ വന്നത് അഡൾട്ടിന് 100 രൂപ, കുട്ടികൾക്ക് 50 രൂപ. അതേപോലെ തന്നെ ബസ് ചാർജ് കുട്ടികൾക്ക് 30, അഡൾട്ടിന് 50. അപ്പം അങ്ങനെയാണ് വന്നത്. ഇനി അതിൽ നിരക്ക് മാറ്റമൊക്കെ സംഭവിച്ചിട്ടുണ്ട്, കുറച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം മുതലകൾ എല്ലാം നല്ല എക്കോ ഫ്രണ്ട്ലിയാണ്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യം, ജീവികളെല്ലാം നല്ല ഹാപ്പി ആവുന്ന രീതിയിൽ നല്ല എക്കോ ഫ്രണ്ട്ലി ആയിട്ടാണ് അത് നിർമ്മിച്ചിരിക്കുന്നത്. കുറേ നാളുകളായിട്ട് വർക്ക് നടക്കുന്നതുകൊണ്ട് തന്നെ കുറേ കാര്യങ്ങളൊക്കെ ഒരുപാട് നാളായിട്ട് വെച്ച പോലെ തന്നെ ഉണ്ട്. പക്ഷെങ്കിലും ഇപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ തോന്നിയത് പക്ഷികൾ നമുക്ക് നല്ല ഫ്രീ ആയിട്ട് അവർക്ക് അവരുടെ അതിൻ്റെ അപ്പുറത്ത് അവർക്കുള്ള കൂടുണ്ട്. എത്രയോ വലിയ കൂടുകളുണ്ട്. കൂടാതെ അവർ ഫ്രീ ആയിട്ട് വിട്ടേക്കുവാണ്. മുകളിൽ നെറ്റൊക്കെ ഇട്ടിട്ടുണ്ട്, പക്ഷെ അവർക്ക് പറന്ന് നടക്കാൻ ഇഷ്ടം പോലെ സ്ഥലങ്ങളുണ്ട്. സാധാരണ ഈ പക്ഷികളൊക്കെ ഒരുപാട് കൂടിലിടുങ്ങിയിരിക്കുന്ന പോലെയല്ലേ കാണുന്ന എല്ലാ സൂവിൽ പോയാലും. ഇപ്പോൾ മൈസൂരാണെങ്കിലും അങ്ങനെ തന്നെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അതിലും വിട്ട് നല്ല ഫ്രീ ആയിട്ട് ഉണ്ട്. പിന്നെ അത് മാത്രമല്ല, കുറച്ച് സ്പെഷ്യൽ സ്പീഷ്യസ്, ആമസോൺ കാടുകളിൽ മാത്രം കാണപ്പെടുന്ന കുറച്ച് സ്പെഷ്യൽ സ്പീഷ്യസും അവിടെ കാണാനായിട്ട് പറ്റും. മലയാളത്തിൽ അതിൻ്റെ പേരൊക്കെ വായിക്കുമ്പോൾ ഒരു സുഖമില്ല, മലയണ്ണാൻ അതിൻ്റെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതിൻ്റെ കൂടെ അതിൻ്റെ തന്നെ വേറെ സ്പീഷ്യസുകളുണ്ട്. പക്ഷെ മലയാളത്തിലുള്ള പേര് കേൾക്കുമ്പോൾ നമുക്ക് സുഖം തോന്നുന്നില്ല. പക്ഷേ ഇതൊക്കെ ഞാൻ മൈസൂർ സൂവിൽ പോയപ്പോഴും കണ്ടിട്ടുണ്ട്. അതായത് അണ്ണാൻ്റെ ഒരു കാറ്റഗറിയിൽ പെട്ടത്, എന്നാലൊരു മങ്കിയുടെ ഒരു രൂപസാദൃശ്യവും തേവാങ്കിൻ്റെയൊക്കെ ഒരു രൂപസാദൃശ്യമുള്ള അതിൻ്റെ സ്പീഷ്യസ് നെയിമൊന്നും എനിക്കറിയില്ല. ഞാൻ ജസ്റ്റ് കാണിക്കാം. അതിന് നമ്മൾ ഈ പറഞ്ഞ കൂട്ട് അവരെ പുറത്തേക്ക് വിടുമെന്ന് തോന്നുന്നു. അവിടെ ഒരു തിരിച്ചിട്ടൊക്കെ കാണാനുണ്ട്. പക്ഷെ ഞങ്ങൾ പോയ സമയത്ത് അത് കൂടി തന്നെയായിരുന്നു. അതുകൊണ്ട് അങ്ങ് അകലെ കാണുന്നതുകൊണ്ട് പക്ഷികൾക്കുള്ള കൂട്, അവർക്ക് പറക്കാനുള്ള സ്പേസ്, പിന്നെ ഇവരെ കണ്ടുപിടിക്കാന്നുള്ളത് കുറച്ച് പാട് പോലെ തോന്നി. കാരണം അത്രയും സ്പേസ് അവർക്കുണ്ട്. ബേസിക്കലി അവർ നല്ല ഫ്രീ ആയിട്ട് നടക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ. ഒരു നാച്ചുറലായിട്ടുള്ളൊരു റീക്രിയേഷൻ അവരവിടെ നടത്തിയിട്ടുണ്ട്. പിന്നെ എന്ന് പറയുകയാണെങ്കിൽ പക്ഷികളാണ് നമ്മൾ ആദ്യം ആ ഒരു ബസ് എൻട്രിയുടെ അവിടെയായിട്ട് കാണുന്നത്. വേണമെങ്കിൽ നമുക്കത് അവിടെ കണ്ടിട്ട് ബസ്സിൽ കയറി നമുക്ക് അടുത്തൊരു ജംഗ്ഷനിൽ ഇറങ്ങാം. അങ്ങനെ ഓരോരോ ജംഗ്ഷനിൽ നമ്മൾ ബസ് ഇറങ്ങിയിട്ടാണ് ബാക്കിയുള്ള കാഴ്ചകളൊക്കെ കാണുന്നത്. എന്തായാലും നമ്മൾ നടക്കണം. ബസ് ഇറങ്ങിയിട്ട് ആ പോയിന്റിൽ നിന്നുള്ള ചുറ്റിനുള്ള 5-6 സ്പോട്ടൊക്കെ നമ്മൾ പോയി കാണണം. നമുക്ക് വാക്കിംഗ് മാത്രമാണെങ്കിലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്കത് പറ്റും, അത്രയങ്ങ് ബുദ്ധിമുട്ടില്ല. പിന്നൊരു കാര്യം, അത് നാച്ചുറലായിട്ടുള്ളൊരു സ്ഥലമാണ് പുത്തൂർ എന്ന് പറയുന്നത്. മലയുള്ളൊരു ഏരിയയാണ്. അതുകൊണ്ട് തന്നെ കുന്നുകൾ, ചരിവുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ കയറ്റമൊക്കെ കയറി പോകുമ്പോൾ ചിലപ്പോൾ ക്ഷീണമൊക്കെ തോന്നിയേക്കാം. അപ്പോൾ നമ്മുടെ സ്വന്തം നാടാണ്. എൻ്റെ അച്ഛൻ്റെയൊക്കെ സ്ഥലവും വീടൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു നാച്ചുറലി അവിടെ ഒരുപാട് മൃഗങ്ങളുള്ള സ്ഥലമാണ് കേട്ടോ. അതായത് പന്നികളും, മുള്ളൻപന്നി, കുറുക്കൻ, അങ്ങനെ ഒരു ഫോറസ്റ്റ് ഏരിയ തന്നെയാണ്. അവിടെയാണ് ഇപ്പോൾ ഈ ഒരു സൂ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു സ്പോട്ടിൽ നിന്ന് കഴിഞ്ഞ് പിന്നെ ഒരു വേറെ സ്പോട്ടിൽ പോകുമ്പോൾ മാനുകൾ, പലതരം മാനുകൾ, അതിൻ്റെ തന്നെ ഒരു 3-4 ബ്രീഡുകളൊക്കെ അവിടെ തന്നെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരുപാട് ഫ്രീ ആയിട്ടാണ് നമുക്ക് ഒരു ജീവിയെ കാണുന്ന സ്ഥലം അവിടെ നിന്ന് അതിന് ചുറ്റും നടന്ന് കാണാനുള്ള രീതിയിലും ഗ്ലാസ്സിലൂടെ കാണാനുള്ള രീതിയിലും അതവരെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ സൈലൻറ്റ് വാലി എന്ന് പറഞ്ഞിട്ട് മങ്കീസിൻ്റെയും അതിൻ്റെ കുറച്ച് ബ്രീഡുകളുടെയൊക്കെ ഒരു ഏരിയ ഉണ്ട്. അതുവഴി കടന്നു പോകുന്ന വഴിയിൽ അവരൊരു ബ്രിഡ്ജൊക്കെ ഇട്ടിട്ടുണ്ട്. ഫ്ലോട്ടിംഗ് ബ്രിഡ്ജല്ല, എന്നാൽ അതേപോലെ തന്നെ ഒരു ബ്രിഡ്ജ് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ളൊരു ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് അവിടെ നിന്ന് നമുക്ക് സാധിക്കും. പിന്നെ അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേനും നമ്മൾ കടുവ, സിംഹം, ലെപ്പാഡ് അങ്ങനെയുള്ളൊരു ഏരിയയിലോട്ട് നമ്മൾ കടന്നു പോകും. ഇപ്പം നിലവിൽ അവിടെ ലെപ്പാഡും 2 ടൈഗേഴ്സും ഉണ്ട്. ടൈഗറൊക്കെ നമ്മളത് തൃശ്ശൂർ പഴയ സൂല് പോയപ്പോൾ കണ്ടിട്ടുള്ളത് തന്നെയാണ്. പക്ഷെ നമ്മൾ കൂട്ടിൽ കാണുന്നതിനേക്കാളും അതിന് ആ ഒരു നാച്ചുറൽ ആയിട്ട് കാണുമ്പോഴത്തേനും വലിയ സൈസൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. ഞാൻ ആദ്യം വിചാരിച്ചു പഴയ കടുവയല്ല എന്ന്, പക്ഷെ അവർ പറഞ്ഞു അത് ആ കടുവ തന്നെയാണെന്ന്. നല്ല പോകുന്ന വഴിയൊക്കെ ഒറ്റപൊളിയാണ് കേട്ടോ. പിന്നെ കുറച്ച്
നമ്മളൊരു ഈവനിങ് ആയിട്ടാണ് പോയത്, അതുകൊണ്ട് തന്നെ നല്ല ഒരു വേറൊരു സ്ഥലത്ത് പോയ ഫീൽ ഉണ്ടായിരുന്നു. അതായത് തെന്മലൊക്കെ പോകുമ്പോഴത്തേനുള്ളൊരു ക്ലൈമറ്റ് പോലെയായിരുന്നു അന്ന്. അപ്പോൾ നമുക്ക് അപ്പുറം മലകളും എല്ലാം കാണാം. നല്ല ഭംഗിയുണ്ടായിരുന്നു. ഗാർഡൻ നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മൾ ടൈഗറിൻ്റെ കൂടിൻ്റെ അവിടെ എത്തി. ടൈഗറിനൊക്കെ എന്താ പറയുക, ഓടിച്ചാടി നടക്കാൻ, ലെപ്പാഡാണ് കേട്ടോ, അത് ടൈഗറല്ല, ലെപ്പാഡിനൊക്കെ ഓടിച്ചാടി നടക്കാനുള്ള വിസ്തൃതിയിൽ കൂടുണ്ട്. അവർ 6 മണി 6:30 എല്ലാ സന്ദർശകരും കഴിഞ്ഞിട്ടേ അവരത് ക്ലോസ് ചെയ്യുന്നുള്ളൂ, അവരെ കൂട്ടിലോട്ട് കയറ്റുന്നുള്ളൂ. അത്ര നേരം അവർക്ക് ഫ്രീ ആയിട്ട് ഇങ്ങനെ നടക്കാം. അപ്പോൾ ഗ്ലാസ്സിലൂടെ നമുക്ക് കാണാം. അത് കൂടാതെ നമുക്ക് ചുറ്റിനും അതിനെ നടന്ന് കാണാനും കൂടെ ഉള്ളൊരു സൗകര്യമുണ്ട്. പോകുന്ന വഴിയൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നമുക്ക് നിറയെ ഫോട്ടോസൊക്കെ എടുക്കാം. ഓൾറെഡി നാച്ചുറലായിട്ടുള്ള എന്താ പറയുക, നല്ല നാച്ചുറൽ ബ്യൂട്ടി ആയിട്ടുള്ളൊരു സ്ഥലമാണ് പുത്തൂർ. അതുകൊണ്ട് തന്നെ ആ ഒരു മുകളിലോട്ട് കയറും തോറും അപ്പുറമുള്ള മലകളും അപ്പുറമുള്ള കാടുകളും ഒക്കെ നല്ല ഭംഗിയിൽ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഇച്ചിരി കൂടെ നല്ല മഞ്ഞൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരിക്കും. എനിക്ക് തോന്നുന്നു അങ്ങനെയുള്ള ക്ലൈമറ്റും അവിടെ ഉണ്ടാവാറുണ്ട്, കാരണം ഓൾറെഡി ഫോറസ്റ്റ് ഏരിയ ആണ്. അപ്പോൾ അവിടെ ഈ പറഞ്ഞ പോലെ മുള്ളംപന്നിയും പോത്തും പന്നിയും കുറുക്കനും ഒക്കെ ഉള്ളൊരു സ്ഥലമാണ്. നമുക്ക് കൃഷിയൊക്കെ ചെയ്യുകയാണെങ്കിൽ തന്നെ അതൊക്കെ വന്ന് നശിപ്പിക്കും അവർ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവിടെ ചെന്നാൽ നമുക്കൊട്ടും മനസ്സ് മടുപ്പ് തോന്നില്ല. നല്ല ഫോട്ടോസൊക്കെ എടുക്കാം. കടുവയായാലും കണ്ടു, നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരുപാട് വയ്യാണ്ടായി. എനിക്ക് തോന്നുന്നു ജീവികളെ സംബന്ധിച്ച് അവർക്ക് നല്ലൊരു ഇഷ്ടപ്പെടുന്ന രീതിയിൽ അത് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കുളിക്കാനും അവർക്ക് ഇങ്ങനെ എന്താ പറയുക, ഒരു ഫോറസ്റ്റിലോട്ട് അവർ പോയാൽ എങ്ങനെ ഉണ്ടാവും, അരുവികളും അത് ആ രീതിയിലൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. എനിക്കത് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ കാട്ടുപോത്തിനെ കാണാനായിട്ട് പോയി. കാട്ടുപോത്ത് നമ്മൾ 3 എണ്ണത്തിനേ കണ്ടുള്ളൂ. അപ്പുറത്തേക്ക് അത് ഉണ്ടാകാം, പക്ഷെ നമ്മളധികം കണ്ടില്ല. അതിനും ഇതേപോലെ തന്നെ ചുറ്റി നടന്ന് കാണാനുള്ള രീതിയിൽ അവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒക്കെ നമുക്ക് ജീവികളുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിലവിൽ ഓരോ കൂട് പണിയുന്നതിനനുസരിച്ചുള്ള ജീവികളെ അവിടെ വന്നിട്ടുള്ളൂ. പക്ഷേ എങ്കിലും നമുക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നി. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. പിന്നെ വണ്ടിയും കുഴപ്പമില്ല, ഇലക്ട്രിക്കൽ വണ്ടിയായിരുന്നു ഉണ്ടായിരുന്നത്. ഇലക്ട്രിക്കൽ വണ്ടിയിൽ നമ്മൾ ഇതേപോലെ ഓരോരോ ജംഗ്ഷനിൽ കൊണ്ടുവന്ന് ഇറക്കും. അവിടെ നമ്മൾ ചുറ്റിക്കണ്ട് തിരിച്ച് വരുന്ന വണ്ടിയിൽ ഏത് ഇലക്ട്രിക്കൽ വണ്ടിയാണോ അതിൽ കയറുക. അതേപോലെ തന്നെ റിട്ടേൺ വരുമ്പോഴത്തേനും നമ്മൾ നടക്കണ്ട, വണ്ടി എടുക്കുവാണെങ്കിൽ നമുക്ക് ആ വണ്ടിയിൽ തിരികെ ഗേറ്റ് വരെ വരാം. അല്ല വണ്ടി എടുത്തില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. വണ്ടി എടുത്തില്ലെങ്കിൽ നമ്മൾ തിരികെ അത്രയും ദൂരം നടക്കണമെന്ന് തോന്നി. അപ്പോൾ അത്യാവശ്യം നമ്മളിവിടെ അവിടെ വരെയൊക്കെ നടന്ന് ഒന്ന് വയ്യാതായി പിന്നെ തിരിച്ചിതിൽ കയറി വരാമല്ലോ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് ഫുള്ള് നടക്കുക തന്നെയാണ് ചെയ്തത്. തിരിച്ച് വന്നപ്പോഴത്തേനും അടിപൊളി. ഇനി ഹിപ്പോപ്പൊട്ടാമസിൻ്റെ ഇതിലാണെങ്കിൽ അവിടെ നമ്മൾ ഈ ഫ്ലൂട്ടിംഗ് ബ്രിഡ്ജ് തന്നെ അതുപോലെ വെള്ളത്തിലൊക്കെ നിൽക്കുന്ന പോലെ തോന്നും. അടിപൊളിയായിട്ട് അവിടെ നമുക്ക് വേണമെങ്കിൽ ഫോട്ടോഷൂട്ടൊക്കെ നടത്താമെന്ന് തോന്നുന്നു. ഒരു എന്താ പറയുക, മഡ് ഹൗസ് പോലെയും അതേപോലെ ഓലമേഞ്ഞ പഴയ ഒരു അല്ലെങ്കിൽ ഒരു കാടിലൊക്കെ ഉള്ളൊരു വീട് പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ട് വെള്ളത്തിൻ്റെ നടുവിലും സെറ്റ് ചെയ്തിട്ടുണ്ട്. അതവിടേക്ക് നമുക്ക് ഇറങ്ങാൻ പറ്റില്ല, അല്ലാതെയും സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയിൽ ഫോട്ടോ ഒക്കെ എടുക്കാം. നമ്മൾ തിരിച്ച് വന്നത് ഇലക്ട്രിക്കൽ വണ്ടിയിലാണ്. ഈ പറഞ്ഞ കൂട്ട് നമ്മൾ നടന്ന് ക്ഷീണിച്ച് തിരിച്ച് വന്നത് ഇലക്ട്രിക്കൽ ബസ്സിലാണ്. പാട്ടും എല്ലാം ഉണ്ടായിരുന്നു. നമുക്ക് ബേസിക്കലി നമുക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് മക്കൾ അധികം ബസ്സിലൊന്നും കയറലില്ല. അപ്പോൾ അവർക്കത് ആ ബസ്സിൽ നിന്ന് ഇറങ്ങാനായിട്ട് ഒരു വട്ടം കൂടെ പോയിട്ട് വരാം എന്നൊക്കെ പറയുമായിരുന്നു. പിന്നെ എല്ലാ സ്ഥലങ്ങളിലും ഫുഡ് കോർട്ട് ഉണ്ട് കേട്ടോ. അത് അടിപൊളിയായിരുന്നു. മൊത്തത്തിൽ അതിനെ ഒരു നാച്ചുറൽ ഫ്രണ്ട്ലി ആയിട്ട് നല്ല ഭംഗിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ലേ. കിഡി വ്ളോഗ് ബൈ.